എല്ലാവർക്കും നമസ്കാരം. ഈ ഭാരതമാത ചിത്രവുമായി ബന്ധപ്പെട്ട് കുറച്ച് നാളായിട്ട് ഒച്ചയും ബഹളമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇത് ചില ചരിത്രം പറയാം എന്ന് വിചാരിക്കുകയാണ്. ഈ ഒച്ചയും ബഹളവും നടക്കുമ്പോൾ ചരിത്രം പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കില്ലല്ലോ. ചീത്ത വിളിക്കാനും ബഹളം കൂട്ടാനും ഒക്കെ ആയിരിക്കും എല്ലാവർക്കും താല്പര്യം. അതുകൊണ്ടാണ് ഇപ്പോൾ ആ വിഷയം കുറച്ച് ശാന്തമായിരിക്കുമ്പോൾ ഈ ചരിത്രം ഒന്ന് സൂചിപ്പിക്കാം എന്ന് വിചാരിച്ചു. വളരെ ലഘുവായ ചരിത്രമേ വിശദീകരിക്കാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒന്ന്, ഈ ഭാരതമാത എന്ന സങ്കല്പം വളരെ പഴക്കമുള്ളതാണ്. ഭൂമാത, ഭാരതമാതാവ് എന്നൊക്കെ ഉള്ളത് അനേകം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. എങ്കിലും ആധുനിക സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യമായി ഈ വാക്ക് ഉപയോഗിച്ചത് 1862 ആരംഭിച്ച 1762 നമ്മളെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് 1857 അതിനും 100 കൊല്ലത്തിനപ്പുറത്ത് തുടങ്ങിയതാണ്. ബ്രിട്ടീഷുകാർ ആദ്യമായി പശ്ചിമ ബംഗാളിൽ ഭരണം ആരംഭിച്ചപ്പോൾ അവിടെ 1757 5 കൊല്ലത്തിനുള്ളിൽ അവർക്കെതിരായ യുദ്ധം ആരംഭിച്ചു. ആ യുദ്ധം നടത്തിയത് ബംഗാളിലെ സന്യാസി വിഭാഗങ്ങളിൽപ്പെട്ട ഒരു കൂട്ടരാണ്. സന്താനങ്ങൾ എന്നാണ് ആ വിഭാഗത്തിന്റെ പേര്. അത് 1762 അവർ യുദ്ധം ആരംഭിച്ചു. വർഷങ്ങളോളം നീണ്ടുനിന്നു. ആ യുദ്ധവേളയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ആ യുദ്ധവേളയിൽ സന്യാസിമാർ മുഴക്കിയ ആദ്യത്തെ മുദ്രാവാക്യമാണ് വന്ദേ മാതരം എന്നുള്ളത്. അന്ന് തൊട്ട് വന്ദേ മാതരം എന്നുള്ളത് ഒരു മുദ്രാവാക്യമായിട്ട് പോരുന്നുണ്ട്. പിന്നീട് അതിനെ അധികരിച്ചുകൊണ്ട് 1882 ആനന്ദമഠം എന്നൊരു നോവൽ, ഈ സന്യാസി യുദ്ധത്തെ, ബ്രിട്ടീഷുകാരും സന്യാസിമാരും തമ്മിലുള്ള യുദ്ധത്തെ അധികരിച്ചുകൊണ്ട് ഒരു നോവൽ എഴുതി ബങ്കിം ചന്ദ്ര ചാറ്റർജി. അത് 1882 ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണെന്ന് മനസ്സിലാക്കണം. ഒരു നൂറ്റാണ്ടും കഴിഞ്ഞ് പിന്നെ കുറെ കൂടെ കഴിഞ്ഞിട്ടാണ്. ആ നോവലിൽ അദ്ദേഹം ഈ ആനന്ദമഠം എന്ന നോവല് ഈ സന്യാസി യുദ്ധത്തെ അധികരിച്ചുള്ളതാണ്. അതിനു മുന്നേ തന്നെ സന്യാസിമാരുടെ മുദ്രാവാക്യത്തെ അധികരിച്ചുകൊണ്ട് ബങ്കിം ചന്ദ്ര ചാറ്റർജി ഒരു കവിത എഴുതിയിരുന്നു. ആ കവിതയാണ് നമ്മൾ ഇന്ന് ദേശീയ ഗീതമായി പാടുന്ന വന്ദേ മാതരം എന്നുള്ളത്. പിന്നീടാണ് ഈ നോവൽ എഴുതുന്നത് 1882. ആ നോവലിൽ ഈ വന്ദേ മാതരം എന്ന കവിതയും ചേർക്കുകയാണ് ചെയ്തത്. ഇന്നത്തെ ദേശീയ ഗീതവും കൂടി ചേർക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ എത്രയോ കാലം മുന്നെയാണ്. 1880കളുടെ അവസാനത്തെ 2ാം പകുതിയിലെ കാര്യമാണ് പറയുന്നത്. 2025 RSSകാർ വെച്ച് പറഞ്ഞ ഭാരതമാത എന്ന് ആദ്യമായിട്ട് അവതരിപ്പിച്ചതല്ല. അതിനു മുന്നേ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഈ ആനന്ദമഠം എന്ന നോവൽ എഴുതുന്നതിന് മുന്നേ 1866 കിരൺ ചന്ദ്ര ബാനർജി എന്ന ഒരാള് അദ്ദേഹം ഭാരതമാതാ നാടകം എഴുതി. ഒരു നാടകം ഭാരതമാതാവിനെ കണ്ടുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാൻ പോകുന്ന ഒരു ഭാര്യ ഭർത്താക്കന്മാരായ ഒരു കുടുംബത്തിന്റെ കഥ അവതരിപ്പിക്കുന്നതാണ് ഭാരതമാതാ നാടകം. അത് 1866 എന്നാലോചിച്ച് നോക്കണം. ഒരു 1.5 നൂറ്റാണ്ട് മുൻപാണ് അത് ഭാരതമാതാ നാടകം. ഭാരതമാതാവ് എന്ന സങ്കല്പം അവരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നർത്ഥം. പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് മറ്റൊരു ഈ ഭാരതമാതാ ക്ഷേത്രം ആദ്യമായിട്ട് സ്ഥാപിക്കുന്നത് ഇന്ദിരാഗാന്ധിയല്ല, മഹാത്മാഗാന്ധിയാണ് ഭാരതമാതാ ക്ഷേത്രം ആദ്യമായിട്ട് പ്രതിഷ്ഠ നടത്തിയത്, ഉദ്ഘാടനം നടത്തിയത്. ആ ക്ഷേത്രം സ്ഥാപിച്ച ആളിന്റെ പേര് കിരൺ ശിവപ്രസാദ് ഗുപ്ത എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. കാശിയിലാണ്, വാരണാസിയിലാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത്. അത് ശിവപ്രസാദ് ഗുപ്ത എന്നൊരാൾ ഉണ്ടാക്കുകയും മഹാത്മാഗാന്ധി 1936 ഈ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തുകയാണ് ചെയ്തത്. ഭാരതമാതാ ക്ഷേത്രം എന്നുള്ളത് 1936 മഹാത്മാഗാന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നർത്ഥം. അതിനുശേഷം പിന്നീടാണ് ഈ കഴിഞ്ഞ കുറച്ച് വർഷം മുന്നേ ആണല്ലോ 1983 ഹരിദ്വാറിൽ സ്വാമി സത്യമിത്രാനന്ദ എന്ന് പറയുന്ന ഒരു സന്യാസി ഉണ്ടാക്കിയ ക്ഷേത്രമാണ് ഹരിദ്വാറിലെ മറ്റൊരു ഭാരതമാതാ ക്ഷേത്രം. ആ ഭാരതമാതാ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് 1983. ഇതൊന്നും RSSകാരുണ്ടാക്കിയതല്ല എന്നർത്ഥം. മറ്റൊന്ന് 2015 അടുത്ത കാലത്ത് ഒരു ഭാരതമാതാ ക്ഷേത്രം, അത് കൽക്കട്ടയില്
കൽക്കട്ടയിൽ പശ്ചിമ ബംഗാളിലെ കൽക്കട്ടയിൽ ഒരു ഭാരതമാതാ ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് 2015 ഇങ്ങനെ എത്രയോ കാലങ്ങളായി, അതിനു മുന്നേ വർഷങ്ങൾക്ക് മുന്നെയാണ് അവനീന്ദ്രനാഥ ടാഗോർ ഭാരതമാതാവിന്റെ ചിത്രം വരച്ചത്. ഇങ്ങനെ 1-2 നൂറ്റാണ്ട് കാലമായി ഭാരത് മാതാ കി ജയ് എന്നുള്ളത് ഇന്ത്യൻ ആർമിയുടെ മുദ്രാവാക്യവും കൂടിയാണ്. ഇങ്ങനെ മുഴുവൻ ഭാരതത്തിന്റെ മുദ്രാവാക്യമാണ് സ്വാതന്ത്ര്യ സമര കാലത്ത് അത് വിളിച്ചുകൊണ്ടിരുന്നതാണ്. ഇങ്ങനെ മുഴുവൻ ഭാരതത്തിന്റെ മുക്കിലും മൂലയിലും ഭാരതമാതാവ് എന്ന സങ്കല്പം അലയടിക്കുകയും ആഞ്ഞടിക്കുകയും അതിന്റെ ഫലമായി ബ്രിട്ടീഷുകാരെ പലായനം ചെയ്യിക്കാൻ കഴിയുകയും ചെയ്തൊരു മഹത്തായ മന്ത്രവും മഹത്തായ സങ്കല്പവും ബിംബവും ചിത്രവും വിഗ്രഹവും ഒക്കെയാണ് ഭാരതമാതാവ്. കോടാനുകോടി ഭാരതീയരുടെ ഉള്ളിൽ നൂറ്റാണ്ടുകളായി ബിംബവൽക്കരിക്കപ്പെട്ട ഒരു സങ്കല്പമാണ് ഈ ഭാരതമാതാവ് എന്നുള്ളത്. അത് RSSകാരുണ്ടാക്കിയതല്ല. എന്നിട്ട് കഴിഞ്ഞ ദിവസം കുറെ നാണമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നുണ്ടായിരുന്നു, കാവി കൊടി പിടിച്ച ഒരു സ്ത്രീയെ ഞങ്ങൾ ഭാരതമാതാവായിട്ട് അംഗീകരിക്കണോ എന്ന്. എന്നാൽ നിങ്ങൾ ചെങ്കൊടി പിടിച്ചുകൊണ്ട് ഒരു ഭാരതമാതാവിനെ അവതരിപ്പിക്കും. ഭാരതമാതാവ് എന്ന സങ്കല്പം RSS ഉണ്ടാക്കിയതല്ലല്ലോ, എത്രയോ കാലങ്ങളായിട്ടുള്ളതാണ്. ഇതൊന്നും ചരിത്രമൊന്നും അറിയാതെ, ഈ നാടിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം പോലും അറിയാതെ, അതിന്റെ പ്രചോദന കേന്ദ്രങ്ങളും മുദ്രാവാക്യങ്ങളും ആദർശബിംബങ്ങളും എന്ത് എന്നറിയാതെ ഇതിനെതിരെ കുരച്ചു ചാടുന്ന കുറച്ച് കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസുകളും ഒക്കെ ചേർന്ന് ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹാത്മാഗാന്ധി മുതൽ ഇന്നത്തെ ഒരു കോൺഗ്രസുകാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൊച്ചുമകളായ ഇന്ദിരാഗാന്ധി, രാഹുലിനെ കുറിച്ച് അങ്ങനെയാണല്ലോ പറഞ്ഞത്, ഗാന്ധിജിയുടെ കൊച്ചുമകൻ എന്നൊക്കെയാ പറഞ്ഞത്. ഏതായാലും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടാണെങ്കിലും മഹാത്മാഗാന്ധി മുതൽ ഇന്ദിരാഗാന്ധി വരെ സ്ഥാപിച്ചിട്ടുള്ള ഭാരതമാതാ ക്ഷേത്രവും അതിനിടയ്ക്കുള്ള ഭാരതമാതാവ് എന്ന മുദ്രാവാക്യവും ഭാരതമാതാവ് എന്നുള്ള ദേശീയ ഗീതവും ഇതൊന്നും RSS ഉണ്ടാക്കിയതല്ല എന്ന സാമാന്യ വിവരമെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾ അറിയണ്ടേ. എല്ലാവരും അത് അറിയുകയും നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു മഹത്തായ ആദർശ ബിംബത്തെ തൂത്തെറിയാൻ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും പറയുന്ന ഈ നുണ നിങ്ങൾ വിശ്വസിക്കാതെ സത്യം എന്ത് എന്ന് കണ്ടറിയുകയും ഭാരതമാതാവ് എന്നുള്ളത് നമ്മുടെ ഒരു ആദർശ ബിംബമാണ്. 1894 സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. 1897 ആണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, ഭാരതത്തിലെ മുഴുവൻ യുവാക്കളോടുമായിട്ട് പറഞ്ഞത്, വരുന്ന 50 കൊല്ലക്കാലത്തേക്ക് നിങ്ങളുടെ ആരാധനാ ബിംബം ഒരേ ഒരു ഈശ്വരൻ ഭാരതമാതാവായിരിക്കട്ടെ എന്ന്. 1897 RSS ഇല്ല. എന്നിട്ടും ഈ നുണ പറഞ്ഞ് ഓരോ മനുഷ്യന്റെ ഭാരതീയന്റെ ഉള്ളിലുമുള്ള ഈ ഭാരത ഭക്തി, ദേശീയ ബോധം, ആ ദേശസ്നേഹം എന്ന വികാരത്തെ തല്ലിക്കെടുത്താൻ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും മത്സരിക്കുന്നത് കാണുമ്പോൾ ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ ദയവായി ചരിത്രം അറിയുകയും നമ്മുടെ പ്രചോദന കേന്ദ്രമായി ഈ ആദർശത്തെ പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.